നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാ അനുഗ്രഹവും മഹാദേവൻ തരട്ടെ. നമ്മളിന്ന് പറയാൻ പോകുന്നത് മിഥുനക്കൂറ്. ഈ മിഥുനക്കൂറിൽ പഠിക്കുന്ന നക്ഷത്രങ്ങളുടെ ഫലമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മകേര്യം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രങ്ങളാണ് ഈ മിഥുനക്കൂറുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ നക്ഷത്രങ്ങൾക്ക് പൊതുവെ അത്യാവശ്യം നല്ല ഒരു സമയസ്ഥിതിയാണ്. വലിയ ദോഷമുള്ള സമയങ്ങളോ കാര്യങ്ങളൊന്നും അല്ല. പുതിയ വർഷത്തിൽ ആരംഭിച്ചാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള സമയമല്ല. അത്യാവശ്യം നല്ല സമയം തന്നെയാണ്. ഇന്ന് ആളുകാർക്ക് പൊതുവെ കർമ്മരംഗത്ത് നിന്നൊക്കെ അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലി രംഗത്ത് നിന്ന് അഭിവൃദ്ധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ധനങ്ങൾ വന്ന് ചേരാൻ ഉള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പ്രധാന ഘടകമാണ്. ഈ തൊഴിൽ രംഗം മെച്ചപ്പെട്ടാലല്ലേ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. ഓണാഘോഷങ്ങളും ഓണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം നടക്കണമെങ്കിലൊക്കെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പാടാവണം. അപ്പോൾ എന്തായാലും തൊഴിൽ രംഗത്തൊക്കെ മെച്ചപ്പാട് പറയുന്നുണ്ട് മിഥുനക്കൂറുകാർക്ക്. ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും. ധനം കിട്ടാനുള്ളതൊക്കെ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. അതുകൊണ്ട് തന്നെ തൊഴിലിൽ കുറച്ച് അഭിവൃദ്ധി നേടി കാശൊക്കെ കൂടുതൽ കിട്ടുന്ന സാഹചര്യങ്ങൾ വരും. അങ്ങനെയുള്ള സമയമാണ് ഒരു ഭാഗം. പിന്നെ ശാരീരിക ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ട്. ഈ മിഥുനക്കൂറുകാർക്ക് അല്പം ശാരീരിക ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ട്. വയറായിട്ട് ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വലത് കൈക്ക് വലത് കാലിനൊക്കെ എന്തെങ്കിലും മുറിവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. ശ്രദ്ധിച്ചതൊന്നും ബാധിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് പോവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അലോഹ്യമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളൊക്കെ ലോഹ്യത്തിലാവാൻ സാധ്യതയുണ്ട്. അലോഹ്യമായിട്ടിരിക്കുന്ന മാതാപിതാക്കളുമായിട്ട് അലോഹ്യമുള്ള ആൾക്കാർ, ഭാര്യയായിട്ട് അലോഹ്യമുള്ള ആൾക്കാർ, സന്താനങ്ങളായിട്ട് അലോഹ്യമുള്ള മിഥുനക്കൂറുകാർക്ക് ലോഹ്യസ്ഥിതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ അലോഹ്യങ്ങളൊക്കെ മാറി ലോഹ്യത്തിലാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് വിദേശ യാത്രകൾ, ദൂരയാത്രകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് മിഥുനക്കൂറുകാർ. അങ്ങനത്തെ ഒരു സ്ഥിതി പറയുന്നുണ്ട്. അതായത് ജോലി സംബന്ധമായിട്ട് അകലേക്ക് പോകാനാ, അതുപോലെ തന്നെ ഏതെങ്കിലും അകലിൽ പോയി ജോലി ചെയ്യാനാ, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ അല്പം ഈ ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം വരുമെന്നാണ് പറയണത്. നമ്മൾക്ക് ഏതെങ്കിലും ഭാഗ്യങ്ങളൊക്കെ ഏതെങ്കിലും ഇതിലൊക്കെ വന്നു ചേരണമെങ്കിൽ അതിനൊക്കെ അല്പം തടസ്സങ്ങൾ നേരിടും. വെറുതെ അനവധി ലോട്ടറി നിർത്ത് കാശ് കളയണമെന്നില്ല. അങ്ങനത്തെ ഒരു ഭാഗ്യസ്ഥിതിക്ക് ഈ സമയത്ത് സാധ്യതയില്ല. അല്പം കൂടി കഴിയണം. എന്തെങ്കിലും ഭാഗ്യസ്ഥിതിയൊക്കെ വന്നു ചേരണമെങ്കിൽ അതിന് കന്നിമാസം പകുതിയെ കഴിയണം. നിലവിലിപ്പോൾ അങ്ങനത്തെ ഒരു സമയസ്ഥിതി അല്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ അനവധി കാശൊക്കെ എടുത്ത് ലോട്ടറിയൊക്കെ എടുത്ത് കളയണമെന്നില്ല. എന്തെങ്കിലും ചെറിയതൊക്കെ കിട്ടാൻ സാധ്യത, എന്നാലും വെറുതെ അധികം കാശ് കളയൊന്നുമില്ല. അതൊരു ഭാഗം. പിന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പഠിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണിത്. പുതിയ സംരംഭങ്ങൾ മിഥുനക്കൂറുകാർക്ക് തുടങ്ങാൻ സാധിക്കും. ആ സംരംഭങ്ങളൊക്കെ ഏറ്റവും നല്ല വിജയത്തിലെത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഠന കാര്യങ്ങൾ, മിഥുനക്കൂറുകാർക്ക് പഠന കാര്യങ്ങളിൽ പുതിയതിലൊക്കെ ആരംഭിക്കാൻ സാധിക്കും. നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സ് വരും, അവസരങ്ങൾ വരും, അതിനൊക്കെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവരും. അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് മിഥുനക്കൂറുകാർക്ക്. അപ്പോൾ അതൊക്കെ ഗുണത്തിൽ വരും, സംശയം വേണ്ട. അല്ലേ? പിന്നെ അല്പം ബുദ്ധിമുട്ടായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഈ ശാരീരിക ബുദ്ധിമുട്ടാണ്. അല്പം ശാരീരിക ബുദ്ധിമുട്ടിന് സാധ്യത മിഥുനക്കൂറുകാർക്ക്. എന്തെങ്കിലും രോഗാതുരിതങ്ങൾ വയറായിട്ട് ബന്ധപ്പെട്ട്, അസ്ഥികളായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സന്തോഷ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ധനം നമുക്ക് അല്പം കൂടി വന്നു ചേരാനും ധനത്തിന് അഭിവൃദ്ധി ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അലോഹ്യമായിട്ടിരുന്ന ജീവിതങ്ങളൊക്കെ ലോഹ്യത്തിലാവാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണമൊക്കെ തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. നടക്കും. സാധ്യത ഉണ്ടെന്നുള്ളതല്ല, നടക്കും. നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. നടക്കും. ഗൃഹനിർമ്മാണമൊക്കെ നടക്കും, സംശയമില്ല. മടങ്ങിപ്പോയ ഗൃഹനിർമ്മാണം തുടർന്ന് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ താമസിക്കുന്ന വീടിനാണെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ക്രയവിക്രയങ്ങൾ, അതായത് എന്തെങ്കിലും രീതിയിലൊക്കെ അത് പുതിയ പണികൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള സമയമാണ്. ചെയ്യാനുള്ള മനസ്സ് വരും, അതിനുള്ള സാഹചര്യങ്ങൾ വരും, ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കാനുള്ള മനസ്ഥിതി നമ്മളോട് കാണിക്കും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട് മിഥുനക്കൂറുകാർക്ക് ഈ പുതിയ വർഷത്തിൽ. പൊതുവെ ഈ വർഷം മിഥുനക്കൂറുകാർക്ക് നല്ലതാണ്.
അങ്ങനെയും കൂടിയുണ്ട്. അതായത് മകീരം തിരുവാതിര പുറത്തുന്ന ആളുകാർക്ക് ഈ 1201 ആണ്ട് അത് വളരെ വിശേഷമാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളും കലഹങ്ങളും ആലോഹ്യങ്ങളും ഒന്നും വരാൻ സാധ്യതയില്ല. ധനം അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ധനം കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ മുഖേനയൊക്കെ ധനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ രംഗങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ വർഷമാണ് ഈ നടക്കുന്നത്, ആരംഭിച്ചാക്കണത്. അപ്പോൾ ഈ വർഷത്തിൽ കുറച്ച് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ദാമ്പത്യ ദൈവത്തിൽ പ്രശ്നമുള്ളാക്കാരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് സുഖമായിട്ട് ജീവിക്കാനുള്ള മനസ്സ് വരും. സന്താന തടസ്സമുള്ളാക്കാർക്ക് സന്താന തടസ്സമൊക്കെ മാറി സന്താനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയെന്നല്ല, ഉണ്ടാവും. അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ മിഥുനക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നവഗ്രഹ പൂജ വഴിപാട് കഴിക്കുക നല്ലതാണ്. എന്നല്ലേ, നവഗ്രഹ പൂജ വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഗുരുവായൂർ ദർശനം നടത്തുന്നത് നല്ലതാണ്. അതും വളരെ ഗുണം ചെയ്യും. ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദോഷങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. നവഗ്രഹ പൂജ കഴിച്ച് പ്രാർത്ഥിക്കാം. ഗുരുവായൂർ അമ്പലത്തിൽ പോയി എന്തെങ്കിലും വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം. എന്നൊക്കെ വളരെ വിശേഷമാണ്. അതുകൊണ്ടൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശമനം വരാൻ സാധ്യതയുണ്ട്. ശമനം വരാൻ സാധ്യതയെന്നില്ല, ശമനം വരും. അങ്ങനെയുള്ള സമയമാണ്. അപ്പം പൊതുവെ ഈ മകേര്യം, തിരുവാതിര, പുണർദ്ധം നാളുകാർക്ക് ഈ പുതിയ വർഷം അത്യുത്തമമാണ്. വിഷമസന്ധികളിലേക്കൊന്നും പോകേണ്ടതില്ല. ഗുണസ്ഥിതിയാണ്. ശുഭകാര്യങ്ങളൊക്കെ നടക്കും. വീട് നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. ധനം അനവധി വന്നു ചേരും. ശകലം മനക്ലേശങ്ങൾ ഉണ്ടാവും. അതൊരു വിഷമസന്ധിയാണ്. ഏതെങ്കിലും രീതിയിലൊക്കെ പല കാര്യങ്ങൾ ചിന്തിച്ച് മനക്ലേശങ്ങൾ ഉണ്ടാവും. ഇവർക്ക് വാക്ചാതുര്യം കൊണ്ടുള്ളതുകൊണ്ട് എല്ലാവരെയും നമ്മളുടെ ചൊൽപ്പടിയിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു നക്ഷത്രങ്ങളാണ് ഈ മകേര്യം, തിരുവാതിര, പുറത്തെന്ന് പറഞ്ഞാൽ. എന്തായാലും ഇവർക്ക് കുറേ വിജയസാധ്യതകളും ഗുണങ്ങളുമാണ് ഈ വർഷം പറയുന്നത്. എന്തായാലും എല്ലാ ഗുണങ്ങളും വന്നു ചേരട്ടെ, എല്ലാ അഭിവൃദ്ധികളും വന്നു ചേരട്ടെ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് വഴിയൊക്കെ ചോദിക്കാവുന്നതാണ്. നമ്മൾക്കറിയാവുന്നതാണ്, നമ്മൾ പറഞ്ഞു തരും. എന്തായാലും ഭഗവാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മളുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടേണ്ട, നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. എല്ലാ ഗുണങ്ങളും ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.